KGS എക്സാമിനേഷൻ ചോദിച്ച മാത്സിലൊരു ക്വസ്റ്റൻ ആണ്. 50 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ 40 പേര് ഗണിതത്തിന് ജയിച്ചു, 25 കുട്ടികൾ ഇംഗ്ലീഷിന് ജയിച്ചു, 18 കുട്ടികൾ ഗണിതത്തിനും ഇംഗ്ലീഷിനും ജയിച്ചു. ഈ 2 വിഷയങ്ങൾക്കും തോറ്റത് എത്ര പേരെന്ന്. അപ്പം 50 പേരിൽ ഈ 2 വിഷയങ്ങൾക്കും ജയിച്ച കുട്ടികളെ കുറച്ച് നമുക്ക് 2 വിഷയങ്ങൾക്കും തോറ്റ കുട്ടികളുടെ എണ്ണം കിട്ടും. അപ്പം എങ്ങനെ കണ്ടുപിടിക്കണം? 2 വിഷയത്തിനും ജയിച്ച കുട്ടികളെ സെപ്പറേറ്റ് കണ്ടുപിടിക്കാം. 40 പേര് മാത്സിനും 25 പേര് ഇംഗ്ലീഷിനും. രണ്ടിനും കൂടെ കോമൺ ആയിട്ട് ജയിച്ചത് 18 പേരാണ്. അപ്പോൾ രണ്ടിനും സെപ്പറേറ്റ് ജയിച്ചവരുടെ ആകെ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ മാത്സിന് ജയിച്ച 40ഉം ഇംഗ്ലീഷിന് ജയിച്ച 25ഉം നമ്മൾ കൂട്ടിയിട്ട് ഈ കോമൺ ആയിട്ടുള്ള കുട്ടികളുടെ എണ്ണം 18 അവിടെ കുറയ്ക്കണം. അങ്ങനെ കുറയ്ക്കുമ്പോൾ നമുക്ക് 47 ആൻസർ കിട്ടും. അപ്പോൾ 2 വിഷയത്തിനും കൂടെ ജയിച്ചത് 47 പേരാണ്. അപ്പോൾ ടോട്ടൽ 2 വിഷയത്തിലൂടെ തോറ്റ കുട്ടികളുടെ എണ്ണം കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ 50 പേരാണ് ആകെ ഉള്ളത്. ആ 50ൽ നിന്നും ഈ 2 വിഷയത്തിലൂടെ ജയിച്ച 47 പേരെ കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന 3 ആയിരിക്കും ഇവിടെ 2 വിഷയത്തിനും തോറ്റ കുട്ടികളുടെ എണ്ണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മാത്സിന് 40 പേര്, ഇംഗ്ലീഷിന് 25 പേര്. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണോ അതിൽ നിന്നും ഈ രണ്ടിനും കൂടെ കോമൺ ആയിട്ട് ജയിച്ച് 18 പേരെ കുറയ്ക്കണം. അത് കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും രണ്ടിനും കൂടെ ജയിച്ച കുട്ടികൾ. 18 കുറയ്ക്കാൻ മറക്കരുത്. എന്നിട്ട് 50ൽ നിന്ന് ആ 47 കുറച്ചാൽ നമുക്ക് റൈറ്റ് ആൻസർ കിട്ടും. സോ ഓപ്ഷൻ സി 3 ആണ് റൈറ്റ് ആൻസർ.